ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ നെയ്മർ ജൂനിയർക്ക് സാന്റോസിനോടൊപ്പം 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. എതിരാളികൾ കോർട്ടിബയാണ്. നാളെ കോപ്പാഡോ ബ്രസീലിലാണ് കോർട്ടിബയെ സാന്റോസ് നേരിടുന്നത്. അതിനുശേഷം വരുന്ന 17-ാം തീയതി കോർട്ടിബയ്ക്കെതിരെ ബ്രസീലിയൻ ലീഗിൽ വെച്ചുകൊണ്ട് ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ 2 മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ കോർട്ടിബയ്ക്കെതിരെ നടക്കുന്ന ആ മത്സരമായിരിക്കും ഒരുപക്ഷെ നെയ്മറുടെ അവസാനത്തെ മത്സരം എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഇടം നേടുകയാണെങ്കിൽ പിന്നീട് സാന്റോസ് വേൾഡ് കപ്പ് വരെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല. നെയ്മർക്ക് ആവശ്യമായ വിശ്രമം നൽകും എന്നാണ് ലുക്കാസ് മുസേറ്റി പറയുന്നത്. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇടം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ബ്രസീലിയൻ ലീഗിലെ ബാക്കിയുള്ള മത്സരങ്ങൾ നെയ്മർ കളിക്കില്ല എന്നുള്ളതാണ്. വേൾഡ് കപ്പ് വരെയുള്ള അല്ലെങ്കിൽ വേൾഡ് കപ്പ് അവസാനിക്കുന്നത് വരെയുള്ള മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഉണ്ടാവില്ല. പിന്നീട് സാന്റോസിനകത്ത് തുടരണോ വേണ്ടയോ എന്ന കാര്യം വേൾഡ് കപ്പിന് ശേഷമായിരിക്കും നെയ്മർ ജൂനിയർ തീരുമാനിക്കുക എന്നാണ് ലുക്കാസ് മുസേറ്റി കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയിട്ടില്ലെങ്കിൽ നെയ്മർ ജൂനിയർ സാന്റോസുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ലബിനകത്ത് തുടരാൻ സാധ്യതയില്ല. അദ്ദേഹം സാന്റോസ് വിട്ടേക്കും എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയിട്ടില്ലെങ്കിൽ നെയ്മർ ജൂനിയർ സാന്റോസ് വിടും. ഈ സമ്മറിൽ സാന്റോസ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട്. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തേക്കും എന്നാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വേൾഡ് കപ്പിനെ ആശ്രയിച്ചുകൊണ്ടാണ് നെയ്മറുടെ ഭാവി ഇപ്പോൾ നിലകൊള്ളുന്നത്. വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് ശേഷം മാത്രമായിരിക്കും നെയ്മർ സാന്റോസിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സാന്റോസ് ഉടൻ തന്നെ അദ്ദേഹം വിട്ടേക്കും എന്നാണ് ഈ ബ്രസീലിയൻ ജേർണലിസ്റ്റിന്റെ കണ്ടെത്തൽ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.